ഞങ്ങളെ ഇട്ട് ദ്രോഹിക്കുകയായിരുന്നു. അതിനുള്ള മധുര പ്രതികാരമാണ് ലീഗ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വിജയമാണ് കേരളത്തിൽ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡർഷിപ്പ് കൊടുക്കുന്ന UDFന്റെ വിജയം. ഈ വിജയം കേരളത്തിലെ ജനങ്ങളുടെ നന്മക്ക് വേണ്ടി, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഗുണത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ്. സംസ്ഥാനത്ത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ കിട്ടിയ റെക്കോർഡും വലിയ ഒരു അത്ഭുതകരമായ പ്രതികാരത്തിന്റെ ഒരു വികാരം ഉൾക്കൊള്ളുന്ന റെക്കോർഡാണ്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മുഴുവൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും അതുപോലെ ലീഗിന്റെ സ്ഥാനാർത്ഥികളും UDF സ്ഥാനാർത്ഥികളും വലിയ പോരാട്ടമാണ് നടത്തിയത്. നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് കേവലം 2 സീറ്റിൽ പിറകിൽ നിൽക്കുന്നത്. അന്തിമ ഫലം എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, UDFന്റെ തകർപ്പൻ വിജയം ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ തിരിച്ചുവരവാണ് ശ്രീ VK കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത്. ലീഗ് പ്രവർത്തകർ ഈ വിജയം, മലപ്പുറം ജില്ലയിലുണ്ടായിരിക്കുന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ജില്ലയിലെ എല്ലാ ഭാഗത്തും UDF പ്രവർത്തകരുടെ ആവേശ പ്രകടനങ്ങൾ നടന്നുകൊണ്ട് വരികയാണ്. മലപ്പുറം ജില്ലയിൽ 2 സീറ്റുകളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും UDF സ്ഥാനാർത്ഥികൾ ഏതാണ്ട് വിജയത്തിന്റെ വിജയിച്ചതായി പ്രഖ്യാപിക്കാനായിട്ട് അവസാനമായിട്ടുള്ള ഇതിൽ മാത്രമാണുള്ളത്. വേഗനയിൽ LDF VK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയിരുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷവും VK കുഞ്ഞാലിക്കുട്ടി വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇതിനെല്ലാമുള്ള മറുപടിയാണ് വേഗനയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ LDFിനുള്ളിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഏറനാട് LDF സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തേക്ക് പിന്മാറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന തലത്തിൽ തന്നെ CPM CPI ബന്ധത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊന്നാനിയിൽ ഉണ്ടായ വിഷയം